കുറെ അഹങ്കാരികൾ ഇവളുമാരെ ഇനി ഈ പുറലോകം കാണിക്കരുത്. പിള്ളേര് ചാവണമെന്ന് പറഞ്ഞു നടക്കുക. ശരിക്കും സംഭവിച്ചത് വെളുപ്പിനെ 6 മണിയായപ്പോ കുഞ്ഞുങ്ങളെ വന്ന് കൊണ്ടുവന്നു. നമ്മള് വിവരം ചോദിച്ചു. അപ്പൊ തന്നെ ചോദിച്ചു എന്തോ കാര്യമെന്ന് ചോദിച്ചു. പോലീസാന്നും പറയുന്നില്ല. എന്നിട്ട് ഇടയ്ക്ക് ഒരു സാറ് ഞങ്ങള് കൂടുതലിന്ന് വന്നയാന്ന് പറഞ്ഞു, സ്റ്റേഷനിൽ നിന്ന് വന്നയാ. യൂണിഫോം ഒന്നും ഇട്ടിരുന്നോ? സിവിൽ ഡ്രസ്സിലാ വന്നത്. സിവിൽ ഡ്രസ്സിൽ വന്നു വീടിന് ചുറ്റും ചുറ്റി നിൽക്കുമായിരുന്നു. ആ വട്ടം ചുറ്റി നിന്നിട്ട് ഇങ്ങനൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം 15 വയസ്സുള്ളൊരു പുള്ളി എത്രത്തോളം എങ്ങനെ ഓടാൻ പറ്റത്തില്ല അവന്. കാരണം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടിയാൽ മതിയല്ലോ. വന്ന് വിളിച്ചോണ്ട് എന്റെ മോൻ അന്തസ്സായിട്ട് ഇറങ്ങി വന്നു. എന്തോ സാറേ കാര്യം, അപ്പൊ സ്കൂളിൽ നടന്നൊരു വിഷയമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ സ്കൂളിൽ നിങ്ങൾ എന്തെങ്കിലും അടിവിഷയം ഉണ്ടാക്കി? ഇല്ലമ്മ ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം അവൻ സ്കൂളിൽ പോകുന്നില്ല. മാർച്ച് മാസം പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകുന്നില്ല. അലോട്ട്മെന്റ് തിരക്കാൻ ഞാനും എന്റെ മോനും ഇവിടെ പോന്നേ. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവരിവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ അവിടുന്ന് കുഞ്ഞുങ്ങളെ വണ്ടി കയറ്റി, കുഞ്ഞുങ്ങളെ തന്നല്ല കൊണ്ടുവന്ന് രക്ഷകർത്താക്കളെയും കൂടെ കൊണ്ടുവന്നു. ഒരാളെ എന്റെ ഭർത്താവിനെയും കൂടെ കൊണ്ടുവന്നേ. അപ്പം ആ കൊണ്ടുവന്നതിന്റെ പുറകെ ഞാൻ പോയി എന്റെ അച്ഛനെയും അമ്മയും വിവരം അറിയിച്ച് ഞങ്ങളെല്ലാം കൂടെ ഇവിടെ വന്നിട്ട് അവരിവിടെ വന്നിട്ടില്ല. അവർ വേറെ ഏതൊക്കെയോ കുട്ടികളെ തിരക്കി പോയേക്കുവാ. പോലീസുകാർ വന്ന വണ്ടി പോലീസിന്റെ വണ്ടിയാണോ? പോലീസിന്റെ വണ്ടിയിലല്ല, അതൊരു കാറിനകത്ത് അവർ വന്നേ. പോലീസ് വണ്ടി കൂടെ പ്രൊട്ടക്ഷനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. സിവിൽ ഡ്രസ്സിലെ ആൾക്കാർ കാറിനകത്തും, അല്ലാതെ പോലീസ് ഡ്രസ്സില് പോലീസ് ജീപ്പിനകത്തുവാ വന്നത്. അവര് പുറകാലം ഇങ്ങനെ വരുമായിരുന്നു. എന്നിട്ട് നമ്മുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഇരുട്ടുമുറി, ചൈൽഡ് വെൽഫെയറിന്റെ ഓഫീസിൽ അവിടെ കയറ്റി ഇരുട്ടുമുറി കയറ്റി ഇരുന്ന് ചെയ്ത് ഞങ്ങളൊരു 3:30 ഞങ്ങൾ 2 രക്ഷകർത്താക്കളും കൂടെ ചെന്ന് ഇവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ തർക്കിച്ചതിന്റെ പേരിലാണ് അവരെ കുഞ്ഞുങ്ങളെ കാണിക്കാൻ സമ്മതിച്ചത്. കാണിച്ചില്ല. പോലീസ് ഇതേപോലെ കൈ കട്ടളപ്പടി വെച്ചുകൊണ്ട് ഞങ്ങൾ കൈ തട്ടി മാറ്റിയിട്ടാണ് ഞങ്ങൾ 2 അകത്ത് കയറി കുഞ്ഞുങ്ങളെ കാണുന്നത്. അപ്പൊ ഞങ്ങളുടെ 2 മക്കൾ എഴുന്നേറ്റ് എന്ന് പറയുന്നത്, അമ്മേ ഞങ്ങളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുക വന്നു. കാരണം നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളെ ഇതിനകത്തിടും, സമ്മതിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടാമെന്ന്. സമ്മതിപ്പിക്കുക കുഞ്ഞുങ്ങളെ കൊണ്ട്. ഇതിന്റെ മോന്റെ കോളറിൽ പിടിച്ചു പോക്കി. എന്റെ മോന്റെ കോളറെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, നീ സത്യം പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി പോത്തില്ല എന്ന് പറഞ്ഞു. എല്ലാ കുഞ്ഞുങ്ങളെ ഇതുവരെ തന്നെ ആയിരുന്നു. ഞങ്ങളെ കാണാൻ ഇവർ സമ്മതിക്കുന്നില്ല. എന്തുവാന്ന് ചോദിച്ചിട്ട് ഇവർ പറയുന്നുമില്ല. ഒരു മൂത്രം ഒഴിക്കാൻ പോലെ കുഞ്ഞുങ്ങളെ വിട്ടിട്ടില്ല. ഒരു വെള്ളം പോലും അവർ മേടിച്ചു കൊടുത്തിട്ടില്ല. 3 മണിയായപ്പോൾ ഞങ്ങൾ 2 കൂടെ പോയി കാപ്പിയും വെള്ളം മേടിച്ചു കൊടുക്കുന്നത്. അതുവരെ പോലീസ് പറഞ്ഞിരുന്നത്, ഞങ്ങളോട് പറഞ്ഞത് കുട്ടികൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ എന്റെ കണ്ണിനെ കണ്ടില്ല, എന്റെ കുഞ്ഞിനെ മേടിച്ചു കൊടുത്തതും ഇല്ല. എന്റെ കുഞ്ഞിന് ഞാൻ 3 മണിയായപ്പോഴാണ് ആഹാരം മേടിച്ചു കൊടുക്കുന്നത്. എന്റെ കുഞ്ഞിനെ അവർ മേടിച്ചു കൊടുത്തിട്ടില്ല. അതായത് വെളുപ്പിനെ പിടിച്ചോണ്ട് പോയിട്ട് 3 മണി വരെ കുട്ടികൾക്ക് 6 മണിയായപ്പോൾ എന്റെ വീട്ടിൽ വന്ന് എന്റെ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയത്. എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ആരും ഇല്ലായിരുന്നു. ഞാൻ അങ്ങ് പുനലൂരായിരുന്നു. എന്റെ അമ്മ തൊട്ടതായിട്ട് ഒരു വീട്ടിൽ ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അവരോട് പറയട്ടെന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞ് പറയാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്ത വീട്ടിൽ പറഞ്ഞു. അവരെ രക്ഷകർത്താക്കൾ വരുമ്പോൾ പറഞ്ഞാലേ പോലീസുകാർ കൊണ്ടുപോയെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ എന്നെ വിളിച്ച് പറയുന്നത്. ഞാനിവിടെ വരുമ്പോൾ ഇവിടെ കൂടലി ജംഷനിൽ നിൽപ്പുണ്ട് പോലീസുകാർ ബൊലോറയ്ക്കകത്ത് എന്റെ മോനെ കൊണ്ട്. ഇവിടുന്ന് ഞങ്ങളെ കയറ്റിയ സ്റ്റേഷനിൽ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ തൊട്ട് ഇവർ ഞങ്ങളെ പിള്ളേരെ അടുത്ത് അടുപ്പിക്കാൻ സമ്മതിക്കത്തേ ഇല്ലായിരുന്നു. കുട്ടികളെ മർദ്ദിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു? കോളറിന് പിടിച്ചു നോക്കി അവരുടെ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ അഴിച്ചെന്നാ അവൻ പറയുന്നത്. അതായത് മോശം വാക്കുകൾ ഉപയോഗിച്ചാണോ പോലീസുകാർ ചീത്ത വിളിച്ച് എന്റെ കുഞ്ഞിനെ വിളിച്ചത്? എന്റെ അമ്മയുടെ മെറ്റിയത് അച്ഛന്റെ അങ്ങനെ ഇങ്ങനെ സാറിനോട് പറയാൻ പറ്റില്ല. അതേ രീതി ആ പൊടി കുഞ്ഞുങ്ങളോട് തിരിച്ചു തന്നെ പോലീസുകാർ സംസാരിച്ചത്. ആളെ പറ്റുന്ന കേട്ടപ്പോഴേ ഇവര് കയറെടുത്തു. അതാ നടന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നിരപരാധിയാ, അത് ഞങ്ങൾക്ക് തെളിയണം. ഇന്നലെ മൊത്തം മീഡിയക്കകത്ത് കുഞ്ഞുങ്ങളെ കമന്റുകളൊന്ന് സാറ് വായിച്ചു നോക്കണം. ഇന്നലെ മെനഞ്ഞാന്ന് വന്ന ശനിയാഴ്ച വന്ന കമന്റ്. കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? അവർക്ക് ജീവിക്കുന്നത് പോലും ഇല്ല സാറേ. ശനിയാഴ്ച വൈകിട്ട് കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങിയ കുഞ്ഞിനെ എത്ര പ്രാവശ്യം അടുത്ത് ചെന്നിരുന്ന് ഞാൻ നോക്കി. കാരണം എന്റെ കുഞ്ഞ് എന്തെങ്കിലും ചെയ്താൽ എനിക്ക് ആണായിട്ട് എന്റെ മോൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് തൂണായിട്ട്. എന്റെ ഭർത്താവിന് വയ്യാത്തയാ. അവൻ വളർന്നിട്ട് വേണം എനിക്ക് എങ്ങനെയും ഒന്ന് എന്റെ കുഞ്ഞിൽ നിന്ന് എന്തെങ്കിലും ഇതാവാന്. ഞാൻ അങ്ങനെ അവനെ നോക്കിക്കൊണ്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അഹങ്കാരികൾ ഇവളുമാരെ ഇനി ഈ പുറലോകം കാണിക്കരുത്. പിള്ളേര് ചാവണമെന്ന് പറഞ്ഞു നടക്കുക. ഇവളുമാരെ വെറുതെ വിടാൻ പറ്റത്തില്ല. ഇവളുമാരെ മാങ്കോട്ട് സ്കൂളിൽ പഠിക്കാൻ ഇനി ഞങ്ങൾ സമ്മതിക്കത്തില്ല. സമ്മതിക്കത്തില്ല ഞങ്ങൾ. അതുപോലെ ഈ കൂടുതൽ പോലീസുകാരെയും അവര് എന്തുവാന്ന് പറഞ്ഞാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചെയ്തതിന് ഇവർ അനുഭവിച്ചേ പറ്റൂ. അവരുടെ ദേഹത്ത് പോലീസുകാർ കൈവച്ചിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിച്ചേ പറ്റൂ.